സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ. പോളിംഗ് പുരോഗമിക്കുമ്പോൾ LDFും UDFും പരിഭ്രാന്തിയിലാണെന്ന് കെ സുരേന്ദ്രൻ. അതാണ് അവർ പരസ്പരം BJP ബന്ധം ആരോപിക്കുന്നത്. കേരളത്തിൽ ശക്തമായ LDF-UDF വിരുദ്ധ വികാരമുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പരിഭ്രാന്തരായിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് പരസ്പരം BJP ബന്ധം ആരോപിച്ച് പുതിയ പുതിയ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരിക. കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത് BJPയെ ജയിപ്പിക്കാൻ LDFുമായി ധാരണയുണ്ട്. LDF പറയുന്നത് UDFും BJPയും തമ്മിലാണ് ധാരണ. ഒരു കാര്യം എല്ലാവരും അംഗീകരിക്കുന്നു, BJP ഇത്തവണ കേരളത്തിൽ നല്ല നിലയിൽ വിജയിച്ചു മുന്നോട്ട് പോകും. BJPക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സീറ്റുകൾ കിട്ടിയാൽ, തൃശ്ശൂരിലൊക്കെ കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കെ മുരളീധരൻ സ്ഥാനാർത്ഥി തന്നെ പറയാണ്, സീറ്റുകളടക്കം 2 സീറ്റ് BJPക്ക്, 18 സീറ്റ് LDF. പരാജയം അണക്കുകയാണ് UDFന്റെയും LDFന്റെയും നേതാക്കൾക്ക്. അതുകൊണ്ട് വ്യാജ ആരോപണങ്ങളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ചിലരെയൊക്കെ ആദ്യം ഇറക്കി ഇപ്പൊ നേരിട്ട് തന്നെ കളത്തിലിറങ്ങിയിരിക്കുന്നത്. വോട്ടർമാർക്കിടയിൽ ശക്തമായിട്ടുള്ള LDF-UDF വിരുദ്ധ വികാരമാണുള്ളത്. എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രതിഫലിക്കും. വികസനത്തിനായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഈ വ്യാജ ആരോപണങ്ങൾ, അര ദിവസത്തെ ആയുസ് പോലും ഇല്ലാത്ത ആരോപണങ്ങൾ ദയവായിട്ട് മാധ്യമങ്ങൾ ഇത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത്. ഒരു കാര്യവുമില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയിലേക്ക് ആളുകൾ വരുന്നതിന് ഞങ്ങള് എല്ലാ പാർട്ടിയിൽ നിന്നും ഞങ്ങളിൽ ആളുകൾ വരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് മാത്രമേ ആളുകൾ വരാവൂ എന്ന് ശാഠ്യം പിടിക്കരുത്. CPM അങ്ങനെ ഒരു ശാഠ്യം പിടിക്കരുത്. മാധ്യമങ്ങളും അങ്ങനെ ശാഠ്യം പിടിക്കരുത്. കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, LDFിൽ നിന്നും ആളുകൾ വരും, നേതാക്കന്മാർ വരണം. അതിനുവേണ്ടി കാര്യങ്ങൾ നടക്കുമ്പോൾ ഉടനെ CPM BJP ധാരണ എന്താണ് പറയുന്നത്? കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം വന്നപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചില്ലല്ലോ. എല്ലാ പാർട്ടികളിൽ നിന്നും ആളുകൾ BJPയിലേക്ക് വരും. അത് തുടർച്ചയായിട്ട് ഈ ജൂൺ 4-ന് ശേഷം വ്യാപകമായ നിലയിൽ ആളുകൾ BJPയിലേക്ക് വരും. വെറുതെ കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. LDFും UDFും തകർച്ചയുടെ വക്കിലാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി അത് പൂർണ്ണമായിട്ടുള്ള തകർച്ചയിലേക്ക് പോകും. സഖാക്കളെ, നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ പിണറായി വിജയൻ നടത്തുന്നത് പ്രത്യയശാസ്ത്രപരമായ ഒരു പോരാട്ടമാണെന്ന്? എല്ലാ മൂലധന ശക്തികളും അവരുടെ ഭാഷയിൽ, എനിക്ക് ആ ഭാഷയില്ല, എല്ലാ തരികിടകളും എല്ലാ വിനാശകാരികളും ചേർത്ത് പിടിച്ചിട്ടാണ് പിണറായി വിജയൻ ഈ പാർട്ടിയെ നയിക്കുന്നത്. ഇല്ലെങ്കിൽ അത് ദേശീയ പാർട്ടിയുടെ ചെലവ് നടത്താൻ പിണറായി വിജയനാണല്ലോ നടത്തുന്നത്. എവിടെയാണ് ഈ പ്രത്യയശാസ്ത്രം ഉള്ളത്? അല്ല, ദേശീയ തലത്തിൽ അവര് പൂർണ്ണമായിട്ടും തകരും. കേരളത്തിലും ഇത്തവണ അവർക്ക് സീറ്റൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. പിന്നെ എവിടെ കിട്ടാൻ? EP ജയരാജൻ മട്ടന്നൂരില് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നതാണ്. അപ്പോഴാണ് ഈ റിയാസിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രമുഖരായിട്ടുള്ള പല നേതാക്കളെയും CPM മാറ്റി നിർത്തി. അന്ന് മുതലേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ കേട്ടു തുടങ്ങിയതാണ്. പിന്നെ എല്ലാം റിയാസിന് വേണ്ടിയിട്ടല്ല, ഈ സ്വത്തൊക്കെ സംരക്ഷിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അടുത്ത തവണ റിയാസ് ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് LDF അവതരിപ്പിക്കാൻ പോകുന്നത്. ഞാനിത് ആദ്യത്തെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ അന്ന് തന്നെ ഞാൻ പറഞ്ഞു. അന്ന് എന്നെ എല്ലാവരും പരിഹസിച്ചു. അടുത്ത തവണ LDF പറയാൻ പോകുന്നത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിൽ വരും. ഇതാണ് അടുത്ത അത് മുസ്ലിം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോടുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ടല്ല, ഈ സ്വത്തുകളൊക്കെ സംരക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് CPMനകത്ത് ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു പാർട്ടി അവരുടെ കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും ഒക്കെയുള്ള നേതാക്കളെക്കാൾ മുകളിൽ ഒരു DYFI നേതാവിനെ കൊണ്ട് ഇരുത്തണമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. ഒരു കുടുംബാധിപത്യ പാർട്ടിയായിട്ട് CPM മാറുന്നു എന്നുള്ളതാണ്. ഈ മന്ത്രിസഭയിൽ, സംസ്ഥാന മന്ത്രിസഭയിൽ ആർക്കാ അധികാരമുള്ളത്? വലിയ സൈദ്ധാന്തിക ആചാര്യനാണ് MP രാജേഷൻ. അവരൊക്കെ പറയുന്നത്, അവരുടെയൊക്കെ ആൾക്കാർ പറയുന്നത്, അവരുടെ വകുപ്പിലൊന്നും ഒരു കാര്യവും നടത്താൻ സാധിക്കുന്നില്ല, എല്ലാം നടത്തുന്നത് റിയാസാണ്.
LDFന്റെ പല മണ്ഡലങ്ങളിലും, CPI മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും, മറ്റ് കക്ഷികൾ മത്സരിക്കുന്ന പലയിടത്തും CPM വലിയ തോതിൽ നിസ്സംഗത പാലിക്കുക. മുന്നണിക്കകത്ത് രണ്ട് മുന്നണികളിലും വലിയ തർക്കങ്ങളുണ്ട്. സെറ ഗോൾഡൻ ഡയമണ്ട്, CPA ജംഗ്ഷൻ, എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ.